പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി എബ്രായ ലേഖനം 11 അധ്യായത്തിൻ്റെ 11 വാക്യം നമുക്ക് വായിക്കാം. വിശ്വാസത്താൽ സാറായും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്നെണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. ദൈവമക്കളെ, എൻ്റെ കൂടെ ചേർന്ന് ആ വാക്യം ഒന്ന് ഉരുവിടാമോ? വിശ്വാസത്താൽ ചേർന്ന് പറഞ്ഞാട്ടെ. വിശ്വാസത്താൽ സാറായും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്നെണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ആമേൻ. വിശ്വാസത്താൽ സാറ ശക്തി പ്രാപിച്ചു എന്ന് എഴുതിയിരിക്കുമ്പോൾ ഇതാ കർത്താവ് വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുകയാണ്. ആത്മീകമായും ശാരീരികമായും ശക്തി പ്രാപിക്കുവാൻ വിശ്വാസം നമ്മെ സഹായിക്കുന്നു. ഒരിക്കൽ കൂടി പറയട്ടെ, ആത്മീകമായും ശാരീരികമായും ശക്തി പ്രാപിക്കുവാൻ വിശ്വാസം നമ്മെ സഹായിക്കുന്നു. ഒരു വേള കൂടി പറയട്ടെ, ആത്മീകമായും ശാരീരികമായും ശക്തി പ്രാപിക്കുവാൻ വിശ്വാസം നമ്മെ സഹായിക്കുന്നു. അതേ പ്രിയരെ, ആമേൻ. ആത്മീയ തലത്തിൽ അതേ ശക്തിയില്ലാതിരിക്കുമ്പോൾ, ശാരീരികമായ അവസ്ഥയിൽ ശക്തിയില്ലാതിരിക്കുമ്പോൾ, ബലമില്ലാതിരിക്കുമ്പോൾ, അനാരോഗ്യതയിലായിരിക്കുമ്പോൾ, കിടക്കകളിലായിരിക്കുമ്പോൾ, ഇന്ന് പകൽ ഈ വചനത്തിലൂടെ കർത്താവ് പറയാം, നീ വിശ്വസിക്ക്, നിന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് ഒരിക്കൽ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തോടു കൂടി ചേർത്ത് പിടിച്ചു പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിന് മതിയാകുന്നു. എൻ്റെ കിടക്കക്കരിയിൽ വരുന്നൊരു ശക്തിയുണ്ട്, എന്നെ ബലപ്പെടുത്തുന്നൊരു ശക്തിയുണ്ട്. എൻ്റെ പ്രശ്നങ്ങളുടെ നടുവിൽ എന്നെ ധൈര്യപ്പെടുത്തുന്നൊരു ശക്തിയുണ്ട്. എൻ്റെ ആത്മീയ തലത്തിൽ അനവധി ഭാരത്തോടും വേദനയോടും കൂടി ഞാൻ ആയിരിക്കുമ്പോൾ അതിൻ്റെ അടികിലേക്ക് ഇറങ്ങി വന്ന് എൻ്റെ ഒറ്റപ്പെടലിൻ്റെ അനുഭവത്തിൽ എന്നെ ബലപ്പെടുത്തുന്ന, എന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ ചേർന്ന് എത്ര പേർക്ക് എന്നോടുകൂടെ ഈ വചനത്തിൽ സ്തോത്രം ഏറ്റെടുത്തുകൊണ്ട്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, വിശ്വസിച്ചുകൊണ്ട് ഇന്ന് പകൽ ആ ശക്തിയെ പ്രാപിക്കുവാൻ കഴിയും. യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ആമേൻ. ദൈവത്തിനു സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ദൈവേഷ്ടം ചെയ്യുന്നതിനു വേണ്ടി ഇതാ കർത്താവായ യേശു ക്രിസ്തു ഗത്സമന തോട്ടത്തിൽ തന്നെ സമർപ്പിക്കുമ്പോൾ തന്നെ ശക്തീകരിക്കുവാൻ ഒരു ദൂതൻ അവിടെ വരികയാണ്. അങ്ങനെയെങ്കിൽ പ്രിയരെ, എന്താ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്? ഒറ്റപ്പെടലുകൾ, ഒറ്റയ്ക്ക് ഭാരം വഹിക്കുവാൻ കഴിയാതെ ആ പുത്രൻ തൻ്റെ പിതാവിനോന്റെ അരികിലേക്ക് മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇതാ തന്നെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ടു. അങ്ങനെയെങ്കിൽ പ്രിയരെ, തകർന്ന് ഉടയപ്പെട്ട് കിടക്കുന്ന, ആരും നിന്നെ സഹായിപ്പാനില്ലാതെ ഒറ്റയ്ക്ക് നിന്റെ കുടുംബത്തിൻ്റെ ഭാരം നീ അനുഭവിക്കുമ്പോൾ, ഒറ്റയ്ക്ക് നിന്റെ വിഷയങ്ങൾ ഏറ്റെടുത്ത് സ്തോത്രം ഒറ്റയ്ക്ക് നീ മുൻപോട്ട് പോകുമ്പോൾ, മാനസികമായി തകർന്നവനും തകർന്നവളുമായിരിക്കുമ്പോൾ ഇന്ന് പകൽ കർത്താവ് നിന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവം. വിശ്വസിക്കുക, ഇന്ന് കർത്താവ് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയാണ്. എങ്ങനെ? നിന്നെ ശക്തീകരിക്കുന്നു. ആത്മീയ തലത്തിൽ നിന്നെ ശക്തീകരിക്കുന്നു. ശാരീരികമായ വിഷയത്തിൽ നിന്നെ ശക്തീകരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ, എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് പകൽ ഒരു ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുകയാണ്. അപ്പോൾ അടുത്തതായി സാറ ഗർഭോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. വിശ്വാസത്താൽ സാറ ശക്തി പ്രാപിച്ചു എന്ന് പറയുമ്പോൾ, സാറയുടെ ജീവിതത്തിൽ ഏത് വിഷയമായിരുന്നോ ആ വിഷയത്തിനകത്താണ് ദൈവശക്തി അവളിലേക്ക് വ്യാപരിപ്പാൻ ഇടയായിത്തീർന്നത്. ഒരിക്കൽ കൂടി പറയട്ടെ, സാറ ഏത് വിഷയത്തിലായിരുന്നു സ്തോത്രം അവൾ ആയിരുന്നത്, എന്ത് വിഷയമാണ് അവളുടെ ജീവിതത്തിൽ ലഭിക്കേണ്ടിയിരുന്നത്, ആ വിഷയത്തിനകത്താണ് അവൾ ശക്തി പ്രാപിക്കുവാൻ. ഗർഭോത്പാദനത്തിന്, ഒരു കുഞ്ഞിനെ ഉദരത്തിൽ വഹിപ്പാനുള്ള ഒരു ശക്തിയാണ് അവൾ ഏറ്റെടുക്കുവാനിടയായിത്തീർന്നത്. അങ്ങനെയെങ്കിൽ ഈ വചനത്തിലൂടെ കർത്താവ് ചിലരോട് സംസാരിക്കുകയാണ്. നീ തലമുറയില്ലാതെ ഭാരപ്പെടുമ്പോൾ, സ്തോത്രം പലവിധമായ നിന്ദകളിലൂടെ, അപമാനങ്ങളിലൂടെ, പരിഹാസങ്ങളിലൂടെ മുൻപോട്ട് പോകുമ്പോൾ ഇന്ന് പകൽ കർത്താവ് ഈ വചനത്തിലൂടെ സ്തോത്രം തലമുറകളില്ലാതെ ഭാരപ്പെടുന്നവരോട് കർത്താവ് ഇന്ന് പകൽ സംസാരിക്കുകയാണ്. നിനക്ക് തലമുറയെ തരുന്നത് ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തയാണ്ട് ഈ സമയമാകുമ്പോഴേക്കും നീ ഒരു മകനെ അണച്ചുകൊള്ളുമെന്ന് കർത്താവ്
ശക്തമായി പ്രവചന ശബ്ദമായി തന്നെ തൻ്റെ ദാസിയോട് ദൈവം സംസാരിച്ചെങ്കിൽ, അവളുടെ കൂടാരത്തിൽ വന്ന് സംസാരിച്ചെങ്കിൽ, ഇന്ന് പകൽ പറയട്ടെ, നീ ഒരു കുഞ്ഞിനെ അണയ്ക്കും, നിശ്ചയമാണ്. വരുന്ന ആണ്ടിൽ ഈ സമയമാകുമ്പോഴേക്കും ഹല്ലേലൂയ, ഒരു ദൈവപ്രവൃത്തി നിന്നോട് കൂടെയുണ്ട്. നിന്റെ പരിഹാസ വിഷയത്തിൽ, നിന്ദിക്കപ്പെടുന്ന വിഷയത്തിൽ കർത്താവ് നിന്നെ ബലപ്പെടുത്തുന്നു, നിന്നെ ശക്തീകരിക്കുന്നു. ഹല്ലേലൂയ, നിന്റെ ഉള്ളിൽ ധൈര്യം നൽകുന്നു, നിന്നെ ബലപ്പെടുത്തുന്നു. കർത്താവിൻ്റെ വചനം ഏറ്റെടുത്താട്ടെ. അപ്പോൾ ജീവിതത്തിൽ ഫലമുള്ളവരായിരിക്കുവാൻ ദൈവം നമ്മെ ശക്തിപ്പെടുത്തുന്നു. അപ്പോൾ നമ്മുടെ ആത്മീക ജീവിതത്തിൽ അല്ലെ, സാറാ ഗർഭോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു എന്ന് പറയുമ്പോൾ കർത്താവ് ഈ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുകയാണ്. ആത്മീക ജീവിതത്തിൽ നാം എങ്ങനെയുള്ളവരായിരിക്കണം? ഫലമുള്ളവരായിരിക്കണം. ആ ഫലമുള്ളവരായിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ദൈവം നമ്മെ ശക്തിപ്പെടുത്തുന്നു. നല്ല ഫലം കായ്ക്കേണ്ടതിന് വേണ്ടി, നല്ല ഫലമുള്ളവരായിരിക്കുന്നതിന് വേണ്ടി ദൈവം നമ്മെ ശക്തീകരിക്കുകയാണ്. നാം എത്രത്തോളം വിശ്വാസമുള്ളവരായിരിക്കുന്നുവോ അത്രത്തോളം ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കാൻ കഴിയുമെന്നാണ് ആമേൻ സ്തോത്രം ഈ വചനങ്ങളിലൂടെ, ഈ വാക്യത്തിലൂടെ ദൈവം നമ്മോട് ഇടപെടുന്നത്. അപ്പോൾ നാം എത്രത്തോളം വിശ്വാസമുള്ളവരായിരിക്കുന്നുവോ അത്രത്തോളം ദൈവത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി ആമേൻ ഫലം കായ്ക്കുവാൻ നമുക്ക് കഴിയും. ഇതാ സാറയുടെ സന്തതി നമുക്കറിയാം ക്രിസ്തുവിനെ കുറിക്കുന്നു. അതൊരു നിഴലായി നിൽക്കുമ്പോൾ വിശ്വാസത്താൽ ക്രിസ്തു അഥവാ ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉരുവാകും അല്ലേ. അപ്പോൾ നാം ഹല്ലേലൂയ വിശ്വാസത്താൽ ആമേൻ സ്തോത്രം ആ ദൈവശക്തി നാം ഏറ്റെടുക്കുമ്പോൾ, ഹല്ലേലൂയ കർത്താവിനെ നാം കൈക്കൊള്ളുമ്പോൾ ആ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ, അതെന്തുകൊണ്ടാണ് ആമേൻ സ്തോത്രം മറ്റുള്ളവരിലേക്ക് അത് ആമേൻ ഫലമുള്ളവരായി മറ്റുള്ളവർക്കത് അനുഗ്രഹത്തിന് കാരണമായി തീരും. മറ്റുള്ളവരെയും കൂടി നേടുവാൻ, ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ, മറ്റുള്ളവരിലേക്ക് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ കർത്താവ് നമ്മെ അതിനായി സഹായിക്കും. സാറ ഗർഭം ധരിച്ചൊരു കുഞ്ഞിനെ പ്രസവിച്ചു അല്ലേ. അപ്പോൾ അനേകർ ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടുന്നതിനായി ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളിലൂടെ മറ്റുള്ളവരുടെ മുൻപാകെ വെളിപ്പെടണം. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ഒരനുഭവമാണ് ഈ വചനങ്ങളിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുന്നു. പ്രായം ചെന്നിട്ടും അവൾ പ്രസവിച്ചു. എന്താണ് അതിൻ്റെ അർത്ഥം? ദൈവത്തിനൊന്നും അസാധ്യമല്ല, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. അതേ പ്രിയരെ, നിന്റെ വിഷയത്തിൻ്റെ അകത്ത് എത്രത്തോളം സ്തോത്രം ദൈർഘ്യമുണ്ടോ, എത്രത്തോളം തഴക്കമുണ്ടോ അത്രത്തോളം സ്തോത്രം തഴക്കവും പഴക്കവും ഒക്കെ ചെന്ന നിന്റെ വിഷയത്തിൽ ദൈവത്തിന് അത് വിഷയമല്ല. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. അപ്പോൾ അനുതാപത്തോടെ ദൈവത്തിങ്കിലേക്ക് തിരുവാൻ ഞാൻ താമസിച്ചു പോയി. ആമേൻ സ്തോത്രം, എൻ്റെ സമയങ്ങൾ കഴിഞ്ഞുപോയി. ആമേൻ സ്തോത്രം. അങ്ങനെ ആമേൻ ഹല്ലേലൂയ, ഇനി എനിക്ക് ആമേൻ സ്തോത്രം ഇനി എൻ്റെ ജീവിതത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തിയില്ല, എല്ലാറ്റിൻ്റെയും ടൈം കഴിഞ്ഞു, സമയം കഴിഞ്ഞു എന്ന് കർത്താവ് അങ്ങനെ തന്നെ സംസാരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ സമയം കഴിഞ്ഞു പോയി എന്ന് വിശ്വസിക്കുന്ന ഇടത്ത്, അങ്ങനെ പറയുന്ന ഇടത്ത് ഇതാ നീ വിശ്വസിക്കുക, ദൈവത്തിൻ്റെ പ്രവൃത്തി ആമേൻ ഹല്ലേലൂയ, നിന്റെ ചിന്തയല്ല, നിന്റെ ബുദ്ധിയല്ല, നിന്റെ സമയമല്ല, ഇതാ ദൈവത്തിൻ്റെ സമയമാണ് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. എൻ്റെ സമയം കഴിഞ്ഞുപോയി, ആമേൻ എൻ്റെ ടൈം കഴിഞ്ഞുപോയി, ഇനി അത് ആമേൻ പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് ഇല്ല, കർത്താവ് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയാണ്. കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ. നിന്റെ ജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്നതിന് സമയം വൈകിട്ടില്ല കുഞ്ഞെ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ആ സമയത്ത് തന്നെ ദൈവത്തിൻ്റെ മഹത്വം പ്രവർത്തിക്കും. ആമേൻ. സമയം കഴിഞ്ഞു, ടൈം കഴിഞ്ഞു, ഇനി അതിന് ആമേൻ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് കാര്യമില്ല, ഇനിയും അവിടെ ആമേൻ ചെന്നിട്ട് കാര്യമില്ല, ഇനി അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന വിഷയത്തിൻ്റെ നടുവിൽ കർത്താവ് ഇന്ന് നിന്നോട് സംസാരിക്കുക. ആമേൻ സ്തോത്രം. സമയം കഴിഞ്ഞില്ല, സമയം വൈകിട്ടില്ല, ഇതാ ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്നോട് കൂടെയുണ്ട്. അപ്പോൾ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്നവൻ എണ്ണി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാറയ്ക്കറിയാം തൻ്റെയും തൻ്റെ ഭർത്താവിൻ്റെയും ശാരീരിക സ്ഥിതി, ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത് അസാധ്യമെന്ന് തോന്നിയിരിക്കാം, പക്ഷേ വാഗ്ദത്തം ചെയ്തത് നിവർത്തിപ്പാൻ ദൈവം വിശ്വസ്തനെന്ന്, അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി.
അതേ ഞങ്ങളുടെ ശരീരത്തിൻ്റെ ക്ഷീണങ്ങളിൽ, ശരീരത്തിൻ്റെ സ്തോത്രം വൈകല്യതകളിൽ ഹല്ലേലൂയ ഒരു തലമുറ ഉണ്ടാകത്തില്ല എന്ന് പറയുന്ന ഇടത്തിൽ ലോകവും വൈദ്യന്മാരും ലോകശാസ്ത്രവും സയൻസും ഒക്കെ ഒരുപോലെ പറയുമ്പോൾ ഇല്ല, സ്തോത്രം ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. വാഗ്ദത്തം ചെയ്തവൻ നിവർത്തിപ്പാൻ എന്നോട് വാഗ്ദത്തം ചെയ്ത ഒരു ദൈവമുണ്ട്. ആ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, എനിക്ക് വേണ്ടി അത് നിവർത്തിച്ചു തരുമെന്നുള്ള വിശ്വാസമാണ്. ദൈവം വിശ്വസ്തനെന്നെണ്ണി സ്തോത്രം. അങ്ങനെ അവൾ ദൈവത്തിൽ വിശ്വസിച്ചു. ഹല്ലേലൂയ. വാഗ്ദത്തം ചെയ്തത് നിവർത്തി ദൈവം വിശ്വസ്തനെന്ന അവൾ എണ്ണി. അവൻ അവർക്ക് വിശ്വസ്തനായിരുന്നു. അതാ പ്രിയരെ, അവൻ അവർക്ക് വിശ്വസ്തനായിരുന്നു. ആര്? ദൈവം അവർക്ക് വിശ്വസ്തനായിരുന്നു. ഇവർ കർത്താവ് വാഗ്ദത്തം ചെയ്തത് വിശ്വസ്തനെന്ന് എണ്ണിയപ്പോൾ ദൈവം വിശ്വസ്തനാണ്. അത്രത്തോളം വിശ്വാസത്തിന്റെ ആഴത്തിൽ അവർ പിടിച്ചു നിന്നപ്പോൾ ഇതാ ദൈവം അവർക്ക് വിശ്വസ്തനായി പ്രവർത്തിച്ചു. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ചെയ്യും. ദൈവം വലിയവ പ്രവർത്തിക്കും. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് ഫലം കൊടുക്കുന്ന, ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവെ, എന്നെ കേൾക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ ഒക്കെ വിഷയങ്ങൾ വ്യത്യസ്തമാണ്. അങ്ങനെയെങ്കിൽ കർത്താവെ, ഈ വചനത്തിൻ്റെ ശക്തി അവരുടെ ജീവിതത്തിൽ ശക്തിയോടെ വെളിപ്പെടുത്തണമേ കർത്താവേ. ഹല്ലേലൂയ. വിശ്വാസത്താൽ സാറ ശക്തി പ്രാപിച്ചു. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്ന് അവൾ എണ്ണി. അവളുടെ ജീവിത വിഷയത്തിൻ്റെ നടുവിൽ ആ വലിയ വാഗ്ദത്തം ഹല്ലേലൂയ ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയക്കുന്നതിന് തന്നെ അവൾ മുഖാന്തരമായി തീർന്നുവെങ്കിൽ ഇന്ന് പകൽ കർത്താവേ, അവൻ അവർക്കും വിശ്വസ്തനായിരുന്നു. ദൈവം അവർക്ക് വേണ്ടി വിശ്വസ്തയോടെ പ്രവർത്തിച്ചെങ്കിൽ എന്നെ കേൾക്കുന്ന സകല പ്രിയരിലും ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടട്ടെ കർത്താവേ, വെളിപ്പെടട്ടെ കർത്താവേ, വെളിപ്പെടട്ടെ കർത്താവേ, വെളിപ്പെടട്ടെ കർത്താവേ. അവരുടെ തലമുറകളില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. സ്തോത്രം. ജോലിയുടെ ടൈം കഴിഞ്ഞു, ഇനി എനിക്ക് ജോലി ലഭിക്കത്തില്ല, ഞാൻ കൊടുത്ത വിഷയത്തിനകത്ത് ഇനി ഒരു സാധ്യതയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവരുണ്ട്, നിരാശയിലിരിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കട്ടെ കർത്താവേ. വിവാഹപ്രായമെത്തി നിൽക്കുന്ന അനേക സഹോദരങ്ങളുണ്ട് കർത്താവേ. അവരുടെ ജീവിതം, അവരുടെ സമയം കഴിഞ്ഞു, പ്രായം കഴിഞ്ഞു എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കുമ്പോൾ ഇന്ന് വേദി കേൾക്കുന്ന സകല പ്രിയരിലും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഒരു വിശ്വാസം അങ്കുരിക്കട്ടെ. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടട്ടെ. അതിലുപരിയായി ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവരായി തീരുവാൻ കർത്താവ് ഒരുമിച്ച് ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.